അപ്പൊ ഗൈസ്, ഇക്കാന്റെ ഏട്ടന്റെ മോള് ഡെലിവറി കഴിഞ്ഞ് കിടന്നിട്ട് മഴ കാരണം പോകാൻ പറ്റിട്ടില്ലേ. അപ്പൊ ഇന്നൊന്ന് അവിടെ പോയിട്ട് വരാം. മഴ ആയതുകൊണ്ട് പുഴയിലൊക്കെ അത്യാവശ്യം നല്ലോണം വെള്ളം നിറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്ക് മഴ പെയ്യും, അപ്പൊ ഇടക്കൊന്ന് വണ്ടി സ്റ്റോപ്പ് ആക്കും. ഞങ്ങൾ സ്കൂട്ടിമേലാണ് പോണോണ്ട് ഇടക്ക് മഴ പെയ്യുമ്പോൾ നിർത്തിയിടാറാണ് കേട്ടോ. പൊന്നാനിയിലുള്ളവർക്ക് ഈ പള്ളി അറിയാത്തൊരു കുറച്ച് ചുരുക്കേ ഉണ്ടാവുള്ളൂ അല്ലേ. നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര അടിപൊളിയൊരു സംഭവം ഉണ്ടായിട്ടോ. ഐഡിയന്റെ ബസ് ഇങ്ങനെ നിരന്തരമായി പോണുണ്ടപ്പോൾ ഒന്ന് പിന്നെ ശ്രദ്ധയിൽ പെട്ടു കേട്ടോ. എണ്ണി നോക്കുമ്പോൾ 10ന്റെ മേലേക്കാണ് പോയിക്കണത്. അത് നല്ല രസമായിരുന്നു കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു. ഇതാ വരുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒന്നിനൊന്നിന്റെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് വരുമ്പോൾ ഒന്നും ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായിട്ടോ. കുട്ടികളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അവിടെ നഗ്നമായ സത്യങ്ങൾ തിരിച്ചറിയണത്. മൂത്തച്ഛൻ കുട്ടികളൊക്കെ മൂത്തച്ഛന്റെ ആങ്ങളുടെ കുടിയിരിക്കലിന് പോയിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോയിൽ അവള് വരൂല പറഞ്ഞു. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ തന്നെ അവള് മുങ്ങി. അപ്പോൾ ഇക്ക ഉള്ള കയറിയിട്ട് ചെറിയൊരു ഷോട്ട് എടുത്തിട്ടുണ്ട്. അല്ലാതെ അവള് വീഡിയോയിലൊന്നും വരില്ല പറഞ്ഞു. പിന്നെ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഓളെ ഞാൻ കാണിച്ചു തരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുട്ടീനെയൊക്കെ കണ്ടു. ഞാൻ എൻ്റെ മോളെ അവിടെ കിടത്തി കുട്ടീനൊക്കെ ഒന്ന് എടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ചേരം സൊറൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. എനിക്ക് വിശേഷമായിട്ട് ഓളുടെ അടുത്തേക്കും പോകാൻ പറ്റിയിട്ടില്ല. ഓൾക്ക് വിശേഷമായിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. ചോദിച്ചതാവും.轻语，细碎的心事，寄托所有深深情意。